ഇന്ന് ഇച്ചിരി പ്രകൃതി രമണീയതയൊക്കെ കണ്ടോണ്ടങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചേട്ടോ. അല്ല കണ്ടോണ്ടല്ല, കാണിച്ചോണ്ട് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. രമണീയത കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നടക്കാത്ത കാരണം ഞാൻ വേഗം തന്നെ അകത്തോട്ട് പോരുന്ന കേട്ടോ. മഴയൊക്കെ ഇന്നലെ വൈകിട്ട് പെയ്തെന്ന് തോർന്ന് നല്ല അന്തരീക്ഷമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്താണേലും ഞാൻ നേരെ അടുക്കളയിൽ വന്ന് ഇത്തിരി ചിക്കൻ കറി ഇന്നലെ വെച്ചതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ട് നേരെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിലുള്ള പാലാ പിന്നെ കാച്ചി വെച്ചത്. അവൾക്കുള്ളതൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ എഴുന്നേറ്റാലും പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആയിട്ട് ഇരുന്നോളും, വഴക്കൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇനി ഇത്തിരി തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കപ്പളങ്ങായും ക്യാരറ്റും കൂടെ ഒന്ന് തോരൻ വെക്കുവാണേ. പിന്നെ താൾ ഓൾറെഡി തീയൽ വെച്ചതും ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി പിന്നെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് കൊടുത്തു വിടാൻ മാത്രമുള്ള മീൻകറി ഇല്ല, എന്നാലും ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ചു. അപ്പൊ ഇന്നത്തെ ഉച്ചയൂണിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാവേ. അപ്പൊ നല്ല കുത്തിരി ചോറൊക്കെ എടുത്ത് വെച്ചു. ഇന്നും എന്റെ ശുട്ടാപ്പിക്കല്ല, ഇന്നും അച്ചാച്ചനാണ്. കാരണം ഇന്ന് ശുട്ടന് ചെറിയൊരു പനിക്കോള് ഉള്ളത് കാരണം ഞാൻ വിട്ടില്ല. അപ്പം ചോറ് എടുത്ത് വെച്ചു. അതിന്റെ കൂട്ടത്തില് കപ്പളങ്ങായും ക്യാരറ്റും കൂടെ തോരൻ വെച്ചായിരുന്നു. അതും പിന്നെ നമ്മുടെ താള് തീയല് വെച്ച് വറുത്തരച്ചേ. ഈ സമയമൊക്കെ ഇങ്ങനെ താളൊക്കെ കൂട്ടുന്നത് നല്ലതാണെന്ന് പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് താള് തീയല് വെച്ചതും പിന്നെ ഇന്നലെ വൈകിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഈ വൈകിട്ടത്തെ പരിപാടി എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലെങ്കിലും വൈകിട്ട് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് ഫുൾ ചുമ്മാ ഇരിക്കുമല്ലോ. അതുകൊണ്ട് മാത്രം ചിക്കൻ കറി വെച്ച് ഇന്നലെ വൈകിട്ട്. അപ്പൊ അതുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ ദാ ഈ ചോറിന്റെ ഒരു സൈഡിലേക്ക് വെക്കുവാണ്. സെപ്പറേറ്റ് വേറെ പാത്രത്തിലോ അല്ലെങ്കിൽ കവറിലോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് അത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ചോറിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുന്നത് കൊണ്ട് ചോറിന്റെ ഒരു സൈഡിൽ ചിക്കൻ പീസും കറിയും ചാറും എല്ലാം കൂടെ ഒഴിച്ചു. പിന്നെ നാരങ്ങ അച്ചാർ അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചോറ് കെട്ടാവേ. നല്ല വാഴയിലയിലൊക്കെ എടുത്ത് അതൊന്ന് വാട്ടി അതിലായിരുന്നെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചോറും പൊതിയൊക്കെ തുറക്കുമ്പോൾ നല്ല രസമാണ്, നല്ല മണമൊക്കെ ഇല്ല, അങ്ങനെ കഴിക്കാനായിട്ട് ഇത്തിരി കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്താണേലും നമുക്കിവിടെ വാഴയില കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇന്നത്തെ ചോറും കറികളും ഒക്കെ എടുത്ത് പൊതിയൊക്കെ ഒന്ന് കെട്ടി സെറ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് അച്ചാച്ചനെ പറഞ്ഞു വിടാവേ. അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. ഉച്ചവിശേഷം. ടാറ്റാ. ഇതെന്നാ മോനെ ഇത്? ഇതെന്നതാ മോനെ? ഇതെന്തുവാ? ഇതാർക്കാ ഇത്? പാല് കുടിച്ചോ? ഇതാരാ കുടിച്ചേ? ഒരു ഗുഡ് മോർണിംഗ് പറയാമോ? ഒരു ഗുഡ് മോർണിംഗ് പറയാമോ? കേട്ടില്ല. കുമാണിയോ? എന്തുവാ പറഞ്ഞ? ഗുഡ് മോർണിംഗോ? ഇന്ന് പോന്നുണ്ടോ അംഗനവാടിയില്? ആരുണ്ട് കുഞ്ഞിന്റെ അംഗനവാടിയില്? അയ്യോ, ആരൊക്കെയുണ്ട് കുഞ്ഞിന് അംഗനവാടിയില്? കൂട്ടുകാരാരൊക്കെയാ കുഞ്ഞിന്റെ? അപ്പൂസും ടുട്ടുവോ? അപ്പൊ എല്ലാത്തിനെയും ഞാൻ പറഞ്ഞു വിട്ട്. ശുട്ടൻ ഇന്ന് സ്കൂളിൽ പോയില്ല, അവനിവിടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. പനിക്കോളം കണ്ടത് കാരണം ഞാൻ പിന്നെ അവനെ വിട്ടില്ല കേട്ടോ. പനിയായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ബോഡി പെയിൻ. വെറുതെ റിസ്ക് എടുക്കണ്ട. ചിലപ്പോൾ ഇവന് ഇവിടുന്ന് സ്കൂളിൽ കൊണ്ട് ഞാൻ രാവിലെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അളിയൻ എന്നെ വിളിക്കും, തിരിച്ച് വിളിച്ചുകൊണ്ട് ഞാൻ വരേണ്ട വരും. അത് കാരണം പിന്നെ ഞാൻ വിട്ടില്ല ഇന്ന്. അപ്പൊ നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ബ്രെഡും നമ്മുടെ ചിക്കൻ കറിയുമായിരുന്നു. ഞാൻ ആ ബ്രെഡ് ഒന്നുകൂടെ ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ മയമാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ബ്രെഡിന്. ചുമ്മാ തിന്നാലും നല്ലതാണ്. ചിക്കൻ കറി ഉണ്ടായിരുന്നത് കാരണം ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കാന്ന് വെച്ചു. സ്റ്റൂ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ. അപ്പൊ എന്താണേലും ഇങ്ങനെ ബ്രെഡ് എടുത്ത് കുറച്ച് ഗ്രേവിക്കകത്തൊക്കെ മുക്കി ഒരു ചിക്കൻ കഷ്ണവും കൂടെ എടുത്ത് തിന്നുമ്പോൾ ആഹാ പൊളിച്ച്. ആ പൊളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത്, ഞങ്ങൾ തയ്യക്കാരാന്ന് അറിഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ തുണി എടുക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള SM പോയി കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു. പാൻറ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയാണ് നമ്മളെ പാൻറ് പഠിപ്പിച്ചത്. ഒരാഴ്ച വെച്ചാണെന്നാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ഊഹം, ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ച ആ പാൻറ്റിന്റെ ക്ലാസ്സുകൾ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ
ഇന്ന് തൊട്ട് അതായത് അടുത്ത ദിവസം തൊട്ട് തിങ്കളാഴ്ച തൊട്ട് ചുരിദാറിന്റെ ടോപ്പ് പഠിപ്പിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാനായിട്ട് പോയതാണ്. എസ്-എമ്മിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ എസ്-എമ്മിൽ പൊതുവെ കുറച്ച് മെറ്റീരിയൽസിനൊക്കെ കുറച്ച് വില കുറവാണേ. അപ്പൊ തയ്യല് വെട്ടിപ്പിടിക്കാനായിട്ടല്ല. അപ്പൊ നമ്മള് വലിയ പൈസയുടെ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നഷ്ടക്കച്ചവടമായി പോകും. അപ്പൊ ഇന്ന് 1, 2 പരിപാടികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലം വരെയും കൂടെ പോകാനുണ്ട്. നമ്മള് പിന്നെ പെണ്ണുങ്ങള് ഒരു മെറ്റീരിയൽ എടുക്കണമെങ്കിലും ആ കട മുഴുവൻ ഒന്ന് കറങ്ങുമല്ലോ. ഇനിയിപ്പോ പിന്നീട് മെറ്റീരിയൽസ് ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് കറങ്ങി. അപ്പൊ ആ കറക്കമൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ എടുത്ത് നേരെ ദാ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഇവിടെ എന്തൊരാളാണ് എപ്പോ ചെന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി തന്നെയുള്ളൊരു ഗോൾഡ് കടയിലോട്ടാണ്. സ്വർണ്ണക്കട. അത് മതിയല്ലേ? ഇടിമണ്ണിക്കലും അതും ഇതും ഒക്കെ വലിയ വലിയ ഷോറൂമുകൾ. ഷോറൂം അല്ലല്ലോ, ഷോപ്പ്. ഇന്ന് മൊത്തത്തിൽ കുളമാണെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിലും ഞങ്ങൾ പോയത് ദാ ഈ ഓംകാർ എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഉണ്ടേ. കട ചെറിയതാണെങ്കിലും നല്ല സർവീസാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ മോഡലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ വലിയ കടയിലൊന്ന് കയറി GST ഒരുപാട് കൊണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ചെറിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുക്കുക, ചെറുതല്ല, മിക്കവാറും എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടൊക്കെയാണ് വരാറ്. അപ്പൊ ഇവിടെ വന്നിട്ട് കമ്മല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പൊ അത് തപ്പി 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 മൊത്തത്തിൽ ഞങ്ങളൊന്ന് തപ്പി. തുണിക്കടയാണേലും സ്വർണ്ണക്കടയാണേലും നമുക്ക് പിന്നെ വിടാൻ പറ്റുമോ അല്ലേ? മോഡലുകളെല്ലാം ഒന്ന് നോക്കി വെക്കാന്നും പറഞ്ഞുകൊണ്ട് A to Z കാര്യങ്ങൾ അവിടുത്തേത് മൊത്തം ഇരുന്നങ്ങ് തപ്പിയേ. പിന്നെ അവിടുത്തെ ആ ചേട്ടന്മാരെയൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ തന്നെ അറിയാവുന്നതായത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ അനാവശ്യമായ കുറേ സൗണ്ടും കാര്യങ്ങളും കയറി വരും. എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് 1, 2 വീഡിയോസിനകത്ത് ഇതുപോലെ സൗണ്ട് കണ്ടത്. പിന്നെ അതിരുന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയത്തില്ലാത്തത് കാരണം അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ടതാണേ. മൊത്തത്തിലങ്ങ് മടിയാന്നേ. അപ്പൊ കമ്മല് തപ്പി 2, 3 ഡപ്പി ആ ചേട്ടന്മാരെ കൊണ്ട് എടുത്ത് വെപ്പിച്ച് പിന്നെ മൊത്തത്തിലൊന്ന് കണക്ക് കൂട്ടി എടുത്ത് വന്നപ്പം ഒരു 2, 2:30 ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കളക്ഷൻ നല്ല സൂപ്പറാണെന്ന്. ചെറിയ കടയാണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളൊരു സ്ഥലമാണിത്. പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും മോഡൽസോ കാര്യങ്ങളോ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവരത് പണിയിച്ച് തരുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോഴാണല്ലോ മൊത്തത്തിലൊന്ന് നോക്കി വെക്കുന്നത്. നോക്കി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ സ്വർണ്ണ വിലയ്ക്ക് ഈ 7 അയലൊക്കത്ത് അടുക്കാൻ പറ്റത്തില്ല. ഒരു ഗ്രാമ് തൊട്ട് തുടങ്ങുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളുണ്ട്. അത്യാവശ്യം നല്ല പൊലിമ തോന്നുന്ന കമ്മലുകൾ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ബാംഗിൾസ് ആണെങ്കിലും ഒത്തിരി കളക്ഷൻ ഇവിടെ ഞങ്ങൾ കണ്ടേ. ഇങ്ങനെയുള്ള ചെറിയ കടകളിലൊക്കെ കയറിയാലേ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് തപ്പാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.